ഹായ് ഓൾ, ഏവർക്കും ഒരിക്കൽ കൂടി എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂർദീൻ. സോ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള മറ്റൊരു സബ് ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ റിലേഷൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ എക്സിക്യൂട്ടീവ് റിലേഷൻസ് നമ്മൾ കൃത്യമായി പരീക്ഷാ ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരുമോ ആ രീതിയിലല്ല നമ്മൾ കണ്ടന്റുകൾ കൃത്യമായി പഠിച്ചു വച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ റിലേഷൻസിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഈ പറയുന്ന രീതിയിൽ പലതരം ടാക്സുകൾ സെൻറ്റർ ആണോ സ്റ്റേറ്റ് ആണോ കളക്ട് ചെയ്യുന്നത്, ആരാണ് കളക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളും ചില പ്രധാനപ്പെട്ട അമെൻമെന്റ് ആക്ടുകളും എമർജൻസിയുടെ സമയത്ത് സ്റ്റേറ്റും സെൻറ്ററും തമ്മിൽ ഫിനാൻഷ്യൽ റിലേഷൻ എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് എം ഫേവർ ലേണിംഗ് ആപ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം എം ഫേവർ കേരള PSC എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിലും ലഭിക്കുന്നതാണ്. ടെലിഗ്രാമിൽ എം ഫേവർ കേരള PSC എന്ന് മാത്രം സെർച്ച് ചെയ്യാം, നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 11 ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 268 to 293 ആണ് ഫിനാൻഷ്യൽ റിലേഷൻസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെ തമ്മിലുള്ളത്? സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ളത്. ഇനി ടാക്സിംഗ് പവർ, അതായത് ഈ പറയുന്ന നമുക്ക് ഓൾറെഡി 7th ഷെഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ ആ പറയുന്ന ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ടാക്സ് ചുമത്തുവാനുള്ള അധികാരം ആർക്കാണെന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. യൂണിയൻ ലിസ്റ്റിലുള്ളത് പാർലമെന്റിനാണ് ടാക്സ് ലെവി ചെയ്യാൻ അഥവാ ചുമത്തുവാൻ സാധിക്കുക. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് അധികാരം ഉണ്ടാവുക. എന്നാൽ കൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും പാർലമെന്റിനും കഴിയുന്നതാണ്. അതുപോലെ തന്നെ റെസ്യൂഡറി പവർ ആരുടെ കയ്യിലുള്ള റെസ്യൂഡറി പവർ അല്ലെങ്കിൽ റെസ്യൂഡറി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ശരിക്കും അത്തരത്തിലൊരു ലിസ്റ്റ് ഇല്ല. അപ്പൊ അവിടെ എന്താ പറയുന്നത്? ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത ഏതെങ്കിലും വിഷയം ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിയമ സംവിധാനം ഒരുക്കുവാനും അത്തരം വിഷയങ്ങളിൽ ടാക്സ് ചുമത്തുവാനും സാധിക്കുന്ന ഏക ഒരു അതോറിറ്റിയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ റെസ്യൂഡറി പവർ ടു ടാക്സ് ബിലോങ്സ് ടു ദ പാർലമെന്റ്. ഓക്കെ, സോ അതാണ് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അറിയേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ പഠിച്ചു സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ മേൽ ടാക്സ് ചുമത്തുവാനുള്ള അധികാരം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ there are some restrictions, ചില നിയന്ത്രണങ്ങൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ ഇമ്പോസ് ടാക്സസ് ഓൺ പ്രൊഫഷൻസ്, ട്രേഡ്സ്, കോളിംഗ്സ് ആൻഡ് എംപ്ലോയ്മെന്റ്സ്. അതായത് ഈ പറയുന്ന നിങ്ങൾ സർക്കാർ ജോലിയിലൊക്കെ കയറിയവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാം സ്വാഭാവികമായിട്ടും പ്രൊഫഷൻ ടാക്സും മറ്റുമെല്ലാം അടക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊഫഷൻ ടാക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ലോക്കൽ ബോഡീസിന്റെ ഒരു വരുമാന മാർഗമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഇത്തരത്തിൽ പ്രൊഫഷൻ ടാക്സ് ഇമ്പോസ് ചെയ്യുവാനുള്ള ചുമത്തുവാനുള്ള അധികാരമുണ്ട്. പക്ഷേ ബട്ട് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സച്ച് ടാക്സസ് പേയബിൾ ബൈ എനി പേഴ്സൺ ഷുഡ് നോട്ട് എക്സീഡ് ₹2,500 per annum. ആർട്ടിക്കിൾ 276 കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രൊഫഷൻ ടാക്സ് ഒരു വ്യക്തിയിന്മേൽ ചുമത്തുന്നുണ്ട് എങ്കിൽ അത് വർഷത്തിൽ 2,500 രൂപയിൽ കൂടുതലാകാൻ പാടില്ല എന്നുള്ളതാണ് ഭരണഘടനാ നിയമം എന്ന് പറയുന്നത്. അപ്പോ പ്രൊഫഷൻ ടാക്സ് ചുമത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. അത്തരത്തിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ചുമത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രൊഫഷൻ ടാക്സുകളുടെ ഒരു പർപ്പസ് എന്താണ്? സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന്റെയും ലോക്കൽ ബോഡീസിന്റെയും വരുമാനം എന്നുള്ള രീതിയിൽ അവരുടെ മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഒരു വ്യക്തിയിൽ നിന്നും വർഷത്തിൽ 2,500 രൂപയിൽ കൂടുതൽ പ്രൊഫഷൻ ടാക്സ് ചുമത്തുവാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 276 തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു
വൺ ഓഫ് ദി റെസ്ട്രിക്ഷൻസ് ആണ്. സെക്കൻഡ് റെസ്ട്രിക്ഷൻ നോക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ടാക്സിംഗ് എ സപ്ലൈ ദാറ്റ് ഹാപ്പൻസ് ഔട്ട്സൈഡ് ഇറ്റ്സ് ബോർഡേഴ്സ് ഓർ ഡ്യൂറിംഗ് ഇന്റർനാഷണൽ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് പുറത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സപ്ലൈ ആണ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആണ്, ദാറ്റ് മീൻസ് ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അത്തരത്തിലുള്ള ഇന്റർനാഷണൽ ടാക്സേഷൻസ് ഒന്നും സ്റ്റേറ്റിന് ചെയ്യാൻ സാധിക്കുന്നില്ല. അതെപ്പോഴും സെന്ററിന്റെ കൈകളിലാണ്, അല്ലെ? അപ്പോ ശ്രദ്ധിക്കണം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ടാക്സിംഗ് എ സപ്ലൈ ദാറ്റ് ഹാപ്പൻസ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. ആൻഡ് ആൾസോ ഈ പറയുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലും ടാക്സേഷൻ ചെയ്യുവാൻ സാധിക്കില്ല. അതാണ് രണ്ടാമത്തെ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ ഇമ്പോസ് ടാക്സ് ഓൺ ദി കൺസംഷൻ ഓർ സെയിൽ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ഉപഭോഗം അല്ലെങ്കിൽ അതിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ടാക്സ് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ it cannot impose taxes on electricity consumed by or sold to the central government and its railway. സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ റെയിൽവേ കമ്പനികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഇവിടങ്ങളിലെല്ലാം തന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റേറ്റിന് അതിന്മേൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അതർ റെയിൽവേ കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിന്മേൽ യാതൊരു രീതിയിലുമുള്ള ടാക്സ് ഇമ്പോസ് ചെയ്യുവാൻ ആർക്ക് സാധിക്കില്ല? സ്റ്റേറ്റിന് സാധിക്കില്ല. അവിടെ ശ്രദ്ധിക്കണം, ഇലക്ട്രിസിറ്റി ഓക്കെ, പക്ഷെ ഇലക്ട്രിസിറ്റിയിൽ മേൽ ടാക്സ് ഇമ്പോസ് ചെയ്യുവാൻ സ്റ്റേറ്റിന് സാധിക്കില്ല. ഓക്കെ, നാലാമത്തെ റെസ്ട്രിക്ഷൻ നോക്കാം. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ ടാക്സ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഫ്രം ഇന്റർ സ്റ്റേറ്റ് റിവർ അതോറിറ്റീസ്. അതിന് പക്ഷേ പ്രസിഡന്റിന്റെ പ്രയർ അപ്രൂവൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്റർ സ്റ്റേറ്റ് റിവർ വാലി അതോറിറ്റീസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലെ? സോ ഈ ജല തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള അതോറിറ്റികൾ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള അതോറിറ്റികൾ ഫോം ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ആണ് ആ അതോറിറ്റി ഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ അതിന്റെ പ്ലേസ് എന്ന് പറയുന്നത്, അതിന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്നൊരു കേരളത്തിൽ ഒരു മുല്ലപ്പെരിയാർ ജലതർക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു റിവർ വാലി അതോറിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ജലവുമായി ബന്ധപ്പെട്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതോറിറ്റി കേരള സംസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ ആ അതോറിറ്റിക്കായിട്ടുള്ള വാട്ടർ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിന്മേൽ യാതൊരുവിധ ടാക്സും ഇമ്പോസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ 4 റെസ്ട്രിക്ഷൻസ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒന്ന്, പ്രൊഫഷൻ ടാക്സുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ 2500 രൂപയിൽ കൂടുതൽ പ്രൊഫഷൻ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റിന് പുറത്തോ ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസിന്മേൽ ഈ ടാക്സ് ഈടാക്കുവാൻ ഈ പറയുന്ന സ്റ്റേറ്റിന് സാധിക്കില്ല. സെൻട്രൽ ഗവൺമെന്റോ അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങൾ, റെയിൽവേ കമ്പനീസിന് നൽകുന്ന ഇലക്ട്രിസിറ്റിന്മേൽ യാതൊരുവിധ ടാക്സും ഇമ്പോസ് ചെയ്യാൻ സാധിക്കില്ല. ഇന്റർ സ്റ്റേറ്റ് റിവർ വാലി അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതിക്ക് ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയും വാട്ടർ നൽകി കഴിഞ്ഞാൽ അതിന്മേലും ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് സ്റ്റേറ്റിന്മേലുള്ള റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണെങ്കിലും അവയിന്മേൽ ഒരു റെസ്ട്രിക്ഷൻ ആണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂസും അതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂസും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ടാക്സ് റവന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ്, 2 തരത്തിലുള്ള ടാക്സ് ആണുള്ളത്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സിൽ ഈ പറയുന്ന ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് ഒക്കെ വരും, അല്ലെങ്കിൽ കമ്പനി ടാക്സ്. എന്നാൽ ഇൻഡയറക്ട് ടാക്സിലാണ് GST, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസും ഒക്കെ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ടാക്സുകൾ ആര് ചുമത്തുന്നു, ആര് ലിവേ ചെയ്യുന്നു, ചുമത്തിയതിനു ശേഷം ആരിത് കളക്ട് ചെയ്യുന്നു,
ജനങ്ങളിൽ നിന്ന്. എന്നിട്ട് ആരാണ് ഇത് ഉപയോഗിക്കുന്നത്, ആരിലേക്കാണ് ഇത് അസൈൻ ചെയ്യപ്പെടുന്നത്, ഓക്കെ, എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ആർട്ടിക്കിൾസ് നമ്മൾ നോക്കിയേ പറ്റൂ. ആർട്ടിക്കിൾ 268 പറയുന്നത് എന്താ? ടാക്സസ് ലിവീഡ് ബൈ ദ സെന്റർ ബട്ട് കളക്റ്റഡ് ആൻഡ് അപ്രോപ്രിയേറ്റഡ് ബൈ ദി സ്റ്റേറ്റ്സ്. അതായത് ഈ പറയാൻ പോകുന്ന ടാക്സ് പ്രധാനമായിട്ടും സ്റ്റാമ്പ് ഡ്യൂട്ടി ആണ്. ആ പറയുന്ന ഡ്യൂട്ടി ആക്ച്വലി ചുമത്തിയിരിക്കുന്നത് സെന്റർ ആണ് എങ്കിലും ഈ പറയുന്ന ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന പണവും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുവാനും അത് വിനിയോഗിക്കുവാനും കഴിയുന്നത് സ്റ്റേറ്റിനാണ്. ഉദാഹരണം പറഞ്ഞാൽ കേരള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ആക്ച്വലി സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു തീരുവ ആക്ച്വലി ഇമ്പോസ് ചെയ്തിരിക്കുന്നത്, ചുമത്തിയിരിക്കുന്നത്, ലിവേ ചെയ്തിരിക്കുന്നത് സെന്റർ ആണ്. ബട്ട് അത് ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് അപ്രോപ്രിയേറ്റ് അഥവാ ഉപയോഗിക്കുന്നത് ആരാ? സ്റ്റേറ്റ് ആണ്. എക്സാമ്പിൾ സ്റ്റാമ്പ് ഡ്യൂട്ടീസ്. The proceeds under this form part of the consolidated fund of the state. സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ലഭിക്കുന്ന പണം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഏതെങ്കിലും ഒരു ടാക്സ് അത് ഒരു സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന് അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാം. ഇനി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിൽ അതിൽ തൊടാൻ പറ്റത്തില്ല, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൈവശമായിരിക്കും. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 268 ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമ്പോസ് ചെയ്യുന്നത് ആരാണ്? സെന്റർ ആണ്. ബട്ട് കളക്ഷനും വിനിയോഗിക്കലും എല്ലാം നടത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് ആണ്. ഇനി ആർട്ടിക്കിൾ 269 ആണ്. ആർട്ടിക്കിൾ 269 എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടാക്സസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദ സെന്റർ ബട്ട് അസൈൻഡ് ടു ദി സ്റ്റേറ്റ്സ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടാക്സ് ലെവി ചെയ്യുന്നു, ചുമത്തുകയും കളക്ട് ചെയ്യുകയും ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും സെന്റർ ആണ്. ബട്ട് അസൈൻഡ് ടു ദി സ്റ്റേറ്റ്. സോ അത് നൽകപ്പെടുന്നത് ആരിലേക്കാണ്? അന്തിമമായിട്ട് സ്റ്റേറ്റിലേക്കാണ് അത് പൂർണ്ണമായിട്ടും നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ടാക്സസ് എന്തൊക്കെയാണോ അതുമേലുള്ള പണം ആക്ച്വലി അത് ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതും സെന്റർ ആണെങ്കിലും അത് ആരുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് വരുന്നത്? സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് വരുന്നത്. സ്റ്റേറ്റിന് മാത്രമേ ആ പണം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. എക്സാമ്പിൾ എന്ന് പറയുന്നത് ടാക്സസ് ഓൺ ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് other than newspaper in the course of interstate trade or commerce. അതുപോലെ തന്നെ ടാക്സസ് ഓൺ ദി കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് ഇൻ ദി കോഴ്സ് ഓഫ് ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ഓഫ് കൊമേഴ്സ്. കേരളവും തമിഴ്നാടും തമ്മിൽ ഇന്റർസ്റ്റേറ്റ് ഒരു ട്രേഡോ വാണിജ്യപരമായിട്ടുള്ള കൊമേഴ്സ് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ സാധനങ്ങൾ ചരക്ക് അയച്ചു നൽകുക, കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക, അത് ഇന്റർസ്റ്റേറ്റ് അതായത് സ്റ്റേറ്റ് ബോർഡേഴ്സിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ അത്തരത്തിലുള്ള ടാക്സ് ഓൺ ദി സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് ഹാപ്പൻസ് ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്മേലുള്ള ടാക്സ് ചുമത്തുവാനും കളക്ട് ചെയ്യുവാനും സെന്ററിന് മാത്രമേ അധികാരമുള്ളൂ. ബട്ട് ഈ പറയുന്ന എമൗണ്ട് അസൈൻഡ് ടു ദി സ്റ്റേറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പണം എവിടെ കാണത്തുള്ളൂ? ഫോംസ് പാർട്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 269. ഇനി നമ്മൾ പോകുന്നത് ആർട്ടിക്കിൾ 269A ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ലൈക്ക് ഭരണഘടനയുടെ 101 ഭേദഗതി നിയമപ്രകാരം GST നിയമം വരികയും അല്ലെ 2016 101 ഭരണഘടനാ ഭേദഗതി നിയമം 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. ഓക്കെ, ശരി. അപ്പൊ അത് പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് GST നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ. ഈ പറയുന്ന 5%, 12%, 18%, 28% എന്നിങ്ങനെയാണുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഈ പറയുന്ന 5%ഉം
ഈ പറയുന്ന 12%, ഈ പറയുന്ന 12%ഉം 28%ഉം ഒക്കെ റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വന്നിട്ടില്ല, വരും, ഈ ഒരു ക്ലാസ്സിന് ശേഷം വരും. സോ 5, 12, 18, 28 എന്നീ സ്ലാബുകളാണ് ഉള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന 5നും 12ഉം 28ഉം റിമൂവ് ചെയ്യും. ഓക്കെ, 28ൽ കിടക്കുന്ന സാധനങ്ങൾ 18% സ്ലാബിലേക്ക് മാറ്റുകയും 12% കിടക്കുന്നത് 5% സ്ലാബിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അതിന് ഇനി വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ GST നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 269A എന്ന് പറയുന്നത്. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഇൻ ദ കോഴ്സ് ഓഫ് ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോ ഇന്റർസ്റ്റേറ്റ് ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്സ് നടക്കുന്ന സമയത്ത് GST ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. GST on supplies in the course of interstate trade or commerce are levied and collected by the center. But this tax is divided between the center and the states in the manner provided by Parliament on the recommendation of the GST Council. See, നമ്മുടെ രാജ്യത്ത് GST Council ഫോം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി GST Council ഫോം ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെട്ടതാണ് GST Council എന്ന് പറയുന്നത്. GST Council ആക്ച്വലി ഫോം ചെയ്ത് ഈ പറയുന്ന കൗൺസിലിന്റെ ഹെഡ് എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനുമൊക്കെ പങ്കുള്ള ഒരു കൗൺസിലാണ് GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും എല്ലാം അന്തിമമായിട്ട് തീരുമാനമെടുക്കുന്നത്. തുടർന്ന് ഈ പറയുന്ന കേന്ദ്രം ഇത് അംഗീകരിക്കുകയും അതാണ് പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോ ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന GST ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതും സെന്റർ ആണ്. പക്ഷേ അത് സ്റ്റേറ്റും സെന്ററിനും ഇടയിൽ അത് ഷെയർ ചെയ്യപ്പെടും. ഓക്കെ, അത്തരത്തിൽ ഈ പറയുന്ന ഷെയർ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? GST കൗൺസിൽ എടുത്ത തീരുമാനത്തിന് അനുസൃതമായിട്ടായിരിക്കും. ഓക്കെ, അവരുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാവും. അത് പ്രകാരം പാർലമെന്റ് ഈ പറയുന്ന രീതിയിൽ അംഗീകരിക്കുകയും തുടർന്ന് അത് പ്രാവർത്തികമാവുകയും ചെയ്യുന്നു. ആർട്ടിക്കിൾ 269A വാസ് ഇൻസേർട്ടഡ് ബൈ 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2016. ഇനി അടുത്തത് ആർട്ടിക്കിൾ 270 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 270 ആക്ച്വലി നമ്മുടെ 18th അമെൻഡ്മെന്റ് ആക്ട് 2000 പ്രകാരം മാറ്റം വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് 270. ഓക്കെ, ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് UPSCയുടെ ഒക്കെ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ്. 18th അമെൻഡ്മെന്റ് ആക്ട് 2000 ഇത് പ്രകാരം ആർട്ടിക്കിൾ 272 പൂർണ്ണമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ആർട്ടിക്കിൾ 270യിൽ മാറ്റങ്ങളും വരുത്തി. ഓക്കെ, ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ടാക്സസ് ലെവിഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദ സെന്റർ ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് ആർട്ടിക്കിൾ 270 ആണ്. Okay, this category includes all taxes except those mentioned above, surcharge and cess. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന 269ലും 269Aയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ടാക്സുകൾ 268ൽ പറഞ്ഞിരിക്കുന്ന ടാക്സ്, 269ൽ പറഞ്ഞിരിക്കുന്ന ടാക്സ്, 269A GSTയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ടാക്സ്. അപ്പോ ഇവയ്ക്ക് അതുപോലെ തന്നെ സർചാർജ്, സെസ് ഇവയെല്ലാം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരുന്നത് ആർട്ടിക്കിൾ 270യിലാണ്. ഇവിടെ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ മേൽ ടാക്സസ് ലെവി ചെയ്യുന്നത്, ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതും സെന്റർ ആണ്, ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദി സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 270യിൽ ഒരു മാറ്റം നമ്മളിപ്പോ ഈ കാണുന്ന രീതിയിലേക്ക് ഒരു സംഗതി വരുന്നത് നമ്മുടെ 10th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അംഗീകരിച്ചുകൊണ്ട് പാർലമെന്റ് നടപ്പിലാക്കിയ 18th അമെൻഡ്മെന്റ് ആക്ട് 2000 പ്രകാരമാണ്.
അവിടെ പറയുന്നത് ഈ ചില സർട്ടൺ ടാക്സസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മൾ 268-ലും 69-ലും 69A-ലും പറഞ്ഞിട്ടുള്ള ടാക്സുകളിലും അതുപോലെ തന്നെ സർചാർജും സെസ്സും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടാക്സുകൾ സെൻറ്റർ തന്നെ കളക്ട് ചെയ്തെടുക്കുന്ന ടാക്സുകൾ സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യപ്പെടണം. ഇത്തരത്തിൽ പിരിച്ചെടുക്കുന്ന തുകയുടെ 29% സ്റ്റേറ്റിന് നൽകണം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് 18th അമെൻമെന്റ് ആക്ട് 2000 പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ളത്. പാർലമെന്റ് അത് അംഗീകരിച്ചു, പാസാക്കി. റെട്രോസ്പെക്റ്റീവ്ലി 1996 മുതൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു നോട്ടും ഞാൻ ലാസ്റ്റ് ഈ പറയുന്ന PDF-ൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദ മാനർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദ ടാക്സസ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ പ്രസിഡന്റ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, 10th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ 29% സ്റ്റേറ്റിന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 271 ആണ്. സർചാർജ് ഓൺ സർട്ടൺ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഫോർ ദ പർപ്പസ് ഓഫ് സെന്റർ. Parliament at any point can levy the surcharges on taxes and duties referred to in Article 269 and 270. Okay. So Article 269-ലും Article 270-ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർചാർജോ സെസ്സോ നമ്മൾ കാണുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ സെസ് അല്ലെ, അതുപോലെ തന്നെ പലതരം സർചാർജുകൾ, ഇവയെല്ലാം ഗവൺമെന്റ് കൊണ്ടുവരികയും ഒരു പർട്ടിക്കുലർ എന്തിനു വേണ്ടി ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ആ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെസ് സർചാർജ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പാർലമെന്റിന് ഏതൊരു അവസരത്തിലും ഈ പറയുന്ന സർചാർജ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്തരത്തിലുള്ള സർചാർജ് അത് ആരുടെ കൈവശത്തിലേക്കാണ് പോകുന്നത്? കേന്ദ്രമാണല്ലോ ഇത് ചുമത്തുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ GST-മേൽ സർചാർജ് ഇമ്പോസ് ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ നമുക്ക് പറയേണ്ടത്. ഓക്കെ, സോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 268, 69, 69A, 270 അല്ലെ, ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സർചാർജും സെസ്സും, ഈ നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന സർചാർജ് അല്ലെങ്കിൽ സെസ് എന്തോ ആയിക്കോട്ടെ, ഇവ ചുമത്തുവാനും ഓക്കെ കേന്ദ്ര തലത്തിലാണ് ഇവ ചുമത്തി. ഇപ്പൊ എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്, വിവിധ തരത്തിലുള്ള സെസ്സുകളും മറ്റുമൊക്കെ ഉണ്ട്. ഞാൻ സെസ്സുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ സർചാർജിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം സർചാർജ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ശരിക്കും അതിന്റെ ഒരു ബേർഡൻ ആർക്കാണ് കൂടുതൽ കിട്ടുക? ഓൾറെഡി ടാക്സ് പേ ചെയ്യുന്ന, അതായത് വലിയ രീതിയിൽ ടാക്സ് പേ ചെയ്യുന്നവരുടെ മേലാണ് സർചാർജ് വലിയൊരു ബേർഡൻ കൊണ്ടുവരിക. ഓക്കെ, എന്നാൽ സെസ് എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാവർക്കും എന്താണ് ഈക്വലി ഒരു സംഭവമാണ്. സെസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എഡ്യൂക്കേഷൻ സെസ് പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതെന്താണ്? ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെസ് ആണ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഒരു ക്ഷേമപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ സർചാർജ് എന്ന് പറയുന്നത് അഡീഷണലി ഒരു പ്രോഡക്റ്റിന്മേൽ അല്ലെങ്കിൽ സർവീസിന്മേൽ അത് ചുമത്തപ്പെടുകയും സ്വാഭാവികമായിട്ടും വലിയ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ നല്ല പണമുള്ളവൻ അത് പോയും വന്നും ഇരിക്കുന്നത് എയർലൈനിലായിരിക്കും, എയർക്രാഫ്റ്റിലായിരിക്കും, പ്ലെയിനിലായിരിക്കും. സോ എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർചാർജ് ഉണ്ട്, അത് ചുമത്തിയിരിക്കുന്നത് കേന്ദ്രമാണ്, അത് കളക്ട് ചെയ്യുന്നതും കേന്ദ്രമാണ്. ഓക്കെ, അപ്പോൾ സർചാർജിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സോ ഓൾറെഡി ഹെവി ടാക്സ് പേ ചെയ്യുന്ന പണക്കാരന്മാർക്ക് അതൊരു എക്സ്ട്രാ ബർഡൻ തന്നെയാണ്. എന്നാൽ സെസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. മറ്റതും എല്ലാവർക്കും ആപ്ലിക്കബിൾ തന്നെയാണ്, പക്ഷെ അതിന്റെ കൂടുതലും അതിന്റെ ഇരകളാവുന്നത് പണക്കാരാണ്. സെസ് എന്ന് പറയുന്നത് എല്ലാവരും, പണക്കാരും താഴെത്തട്ടിലുള്ള എല്ലാവരും ഈ പറയുന്ന സെസ് ഈക്വലി അത് ആപ്ലിക്കബിൾ ആവുന്നുണ്ട്.
ഓക്കെ, സോ സെസ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഒരു വെൽഫെയർ ഗോൾ മുൻനിർത്തിക്കൊണ്ട് ആണ് ഇതെല്ലാം എടുക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായി കാണും. അപ്പോൾ സർചാർജ് ഓൺ സർട്ടൺ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഫോർ ദ പർപ്പസ് ഓഫ് സെൻട്രൽ ആണ് ആർട്ടിക്കിൾ 271. ഇനി ടാക്സസ് ലിവീഡ് കളക്റ്റഡ് ആൻഡ് റീറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ്സ്. അപ്പോൾ ദീസ് ആർ ദ ടാക്സസ് ബിലോങ്ങിങ് ടു ദി സ്റ്റേറ്റ്സ് എക്സ്ക്ലൂസീവ്ലി. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളവ തന്നെയാണ്. ഏകദേശം 18ഓളം സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. Taxes on agriculture income, excise duties on alcohol, taxes on lands and buildings, taxes on the consumption or sale or of electricity. Okay, ഇതൊക്കെയാണ് 18ഓളം ടാക്സസ് ഇവിടെ സ്റ്റേറ്റിന് ചുമത്താം, കളക്ട് ചെയ്യാം, നിലനിർത്താം. ഓക്കെ, സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂസ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഞാൻ സർചാർജും സെസ്സുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ മുൻകാലങ്ങളിൽ UPSC ചോദിച്ചിട്ടുണ്ട് സർചാർജും സെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സർചാർജ് എന്ന് പറയുന്നത് ഓൾറെഡി ഹയർ ഇൻകം ആയിട്ടുള്ള ആളുകൾക്കാണ് അത് കൂടുതൽ ഒരു ടാക്സ് ബർഡൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നിങ്ങൾ എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർചാർജ് നോക്കിയാൽ മതി. നമ്മൾ അവസാനം പേയ്മെന്റ് ചെയ്യാൻ നേരത്ത് ഒരു സർചാർജ് എമൗണ്ടും കൂടി കാണിച്ചിരിക്കും. സ്വാഭാവികമായിട്ടും പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ എയർലൈനിലൊന്നും കയറി പോകാൻ ചാൻസ് ഇല്ലല്ലോ, സോ അവരെ അത് ബാധിക്കുന്നില്ല. എന്നാൽ പാവപ്പെട്ടവൻ കുറച്ച് കാശ് കടം മേടിച്ചിട്ട് എയർലൈനിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സർചാർജ് അവനും കൊടുക്കേണ്ടി വരും. എന്നാൽ സെസ് എന്ന് പറയുന്നത് പാവപ്പെട്ടവനോ അവനൊന്നും ഒന്നുമില്ല. എഡ്യൂക്കേഷൻ സെസ് നമ്മുടെ സർക്കാർ എഡ്യൂക്കേഷൻ സെസ് ചുമത്തിയിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ മുൻനിർത്തിക്കൊണ്ട് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സെസ് നമ്മൾ എല്ലാവരും അടച്ചു പൊക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോൺ ടാക്സ് റവന്യൂസ്. ഓക്കെ, സോ ഈ പറയുന്ന നോൺ ടാക്സ് റവന്യൂ അതിപ്പോ ടാക്സിന് പുറമെ ടാക്സ് രണ്ട് രീതിയിലുള്ള റവന്യൂ ആണ്. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂയുടെ കാര്യം പറഞ്ഞു. നോൺ ടാക്സ് റവന്യൂയുടെ കാര്യം എന്ന് പറഞ്ഞാൽ സെന്ററിന് ഏതൊക്കെ രീതിയിൽ നോൺ ടാക്സ് റവന്യൂ വരും? പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ടെലിഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോസ്റ്റിന്റെ കാര്യം തന്നെ എടുക്കുക. ഈ സ്റ്റാമ്പ് ഒട്ടിക്കുന്നത് 5 രൂപയുടെ സ്റ്റാമ്പ്, 10 രൂപ സ്റ്റാമ്പ് നോൺ ടാക്സ് റവന്യൂ. റെയിൽവേസ്, ബാങ്കിങ്, ബ്രോഡ്കാസ്റ്റിംഗ്, കോയിനേജ് ആൻഡ് കറൻസി, സെൻട്രൽ പബ്ലിക് എന്റർപ്രൈസസ്, എസ്റ്റേറ്റ് ആൻഡ് ലാബ്സ്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോ മരണപ്പെട്ട ഒരു വ്യക്തി അയാളുടെ അസറ്റ് അത് ഏറ്റെടുക്കുവാനായിട്ട് ഒരു അദ്ദേഹത്തിന്റെ മറ്റൊരു വരും തലമുറ ഇല്ല. ഓക്കെ, ഒരു നോമിനിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരും മുന്നോട്ട് വന്നിട്ടില്ല. സോ അനാഥമായി കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ അസറ്റ്. സ്വാഭാവികമായിട്ട് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് സർക്കാർ ഏറ്റെടുക്കും. അതാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ലാപ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ലാപ്സ് എന്ന് പറയുന്നത് തന്നെ അറിയാം, ഒരു ടൈം പീരീഡ് അതും ഒരു ടൈം പീരീഡ് കഴിഞ്ഞു വരുന്ന ഒരു കാര്യം തന്നെയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ പ്രീമിയം നമ്മൾ ഇൻഷുറൻസിന്റെ പ്രീമിയം നമ്മൾ ഓരോ വർഷവും അടച്ചടച്ച് പോവുകയാണ്. ഓക്കെ, സോ പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചു. ആ ഇൻഷുറൻസിന്റെ പ്രീമിയവുമായി ബന്ധപ്പെട്ട് അതിന്റെ എമൗണ്ട് എന്ന് പറയാൻ ഒന്നും വേണ്ട, അല്ലെങ്കിൽ മരണം മാറ്റിവെക്കാം. ഇൻഷുറൻസിന്റെ പ്രീമിയം നമുക്ക് ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷം അടച്ചു, മൂന്നാമത്തെ വർഷം അടയ്ക്കാൻ സാധിക്കാതെ വന്നു. സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2 വർഷത്തെ അടച്ചത് വേസ്റ്റ് ആവും അല്ലെ. അതൊരു പീരീഡ് എത്തുമ്പോൾ ലാപ്സ് ആവും. അന്നേരം ആ എമൗണ്ടും എവിടേക്ക് പോകും? സെൻട്രലിലേക്ക് പോകും. സോ അതിന്മേൽ ഈ പറയുന്ന പ്രീമിയം കൃത്യമായിട്ട് അടച്ചു പോകേണ്ടതാണ്. ഇദ്ദേഹം പ്രീമിയം മുടക്കി, പല രീതിയിലുള്ള എക്സ്റ്റൻഷനും കൊടുത്തു, എന്നിട്ടും സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും പ്രീമിയം അവിടെ കട്ടാവുകയാണ്. ഇദ്ദേഹം അടച്ച തുകയെല്ലാം സെൻട്രലിലേക്ക് തന്നെ പോകും. ഓക്കെ, സോ അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എസ്റ്റേറ്റ് ആൻഡ് ലാബ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ കാര്യം വരുമ്പോഴേക്കും നോൺ ടാക്സ് റവന്യൂ, ഇറിഗേഷൻ, ഫോറസ്റ്റ്, ഫിഷറീസ്, സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ഇവിടെയും എസ്റ്റേറ്റ് ആൻഡ് ലാബ്സ് സ്റ്റേറ്റിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 273 ആണ്. ആർട്ടിക്കിൾ 273 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന അവസരത്തിൽ ഈ പറയുന്ന അസം, ബീഹാർ, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഈ പറയുന്ന 4 സംസ്ഥാനങ്ങൾ
പറയുന്ന 4 സംസ്ഥാനങ്ങളിലും ജൂട്ട് എന്ന് പറയുന്ന സംഗതി അവിടെ ഭയങ്കര രീതിയിലുള്ള പ്രൊഡക്ഷനും മറ്റുമൊക്കെയാണ്. ഈ പറയുന്ന സംസ്ഥാനങ്ങൾ ജൂട്ട് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് നല്ല രീതിയിലുള്ള അവരുടെ സ്റ്റേറ്റിന്റെ ഒരു വരുമാനം ജൂട്ട് എക്സ്പോർട്ടിലൂടെ അവർ കണ്ടെത്തിയിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. സ്വാഭാവികമായിട്ടും grants to compensate these states for the loss of revenue they would otherwise receive as a share of the net proceeds from export duties on jute and jute products. Jute and jute products export ചെയ്തതിലൂടെ ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരുമായിരുന്ന പണം ഇനി അങ്ങോട്ട് ഇതൊരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്നത് സെന്ററിനെ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ജൂട്ട് ആൻഡ് ജൂട്ട് എക്സ്പോർട്സ് വരുമ്പോഴേക്കും അതിന്മേൽ വരുന്ന ടാക്സിനി സെന്റർ ആണ് പിരിച്ചെടുക്കുക. അപ്പോൾ ഈ പറയുന്ന 4 സംസ്ഥാനങ്ങൾക്കും അതിന്മേൽ ഉണ്ടാവുന്ന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാന്റ് എന്ത് ചെയ്യുന്നു, സെന്റർ നൽകുകയാണ്, കേന്ദ്രം നൽകുകയാണ്. ഗ്രാന്റ്സ് വെയർ ചാർജ്ഡ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഈ പറയുന്ന 4 സംസ്ഥാനങ്ങൾക്കും ജൂട്ട് ആൻഡ് ജൂട്ട് പ്രോഡക്ട്സിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാന്റുകൾ ലഭിക്കുന്നത്. അപ്പൊ ഈ 4 സംസ്ഥാനങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. To provide financial support to the affected states during the initial period after the constitution's adoption, acknowledging the significance of jute cultivation and export for their economics. അതാണ് ആർട്ടിക്കിൾ 273 എന്ന് പറയുന്നത്. UPSC ചോദ്യമായിരുന്നു. അടുത്തത് ആർട്ടിക്കിൾ 275 ആണ്. ആർട്ടിക്കിൾ 275 എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്, അത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ പറയുന്ന ഗ്രാന്റ് കേന്ദ്രം ഈ പറയുന്ന കാര്യങ്ങൾക്ക്, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഭരണഘടന കടമയോടുകൂടി ചെയ്യേണ്ടതാണ്. ഭരണഘടന കടമയാണ്, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ കൂടിയാണിത്. ഓക്കെ, ഇപ്പൊ ഭരണഘടനാ കടമയാണെന്ന് പറയാൻ കാരണം ആർട്ടിക്കിൾ 275 പറയുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഗ്രാന്റ്സ് ഇൻ എയ്ഡ് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ടു സ്പെസിഫിക് സ്റ്റേറ്റ്സ് primarily to promote the welfare of the scheduled tribes and to raise the level of administration in scheduled areas to that of the rest of the state. ഓക്കെ, സോ നമുക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയാസിന്റെ ഉന്നമനവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേക സ്റ്റേറ്റുകൾക്ക് ഗ്രാന്റുകൾ കേന്ദ്രം പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഭരണഘടന ഒബ്ലിഗേഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഒബ്ലിഗേഷനുമാണ്. പാർലമെന്റ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കി കാണുമെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ കൂടിയാണ്. ഓക്കെ, so the grants are charged on the consolidated fund of India, a statutory obligation of the central government. Funds are used for various purposes like infrastructure, education, health services and other development schemes for tribal communities. ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് സർവീസസ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ട്രൈബൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്റ്റേറ്റുകൾക്ക് ഇതെല്ലാം എത്ര ശതമാനം കൊടുക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ 275 എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ 282 എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി ഒരു ഇൻട്രസ്റ്റ് ആണ്. അതായത് കേന്ദ്രത്തിന് താല്പര്യമുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം. It allows both the central government and any state government to make financial grant for any public purpose, even if that specific purpose falls outside their normal legislative jurisdiction as defined in the union, state and concurrent list. അതായത് 7th ഷെഡ്യൂളിൽ ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തിന്മേൽ ആ വിഷയത്തിന്മേലുള്ള കാര്യങ്ങൾക്ക് സ്റ്റേറ്റിന് കാശ് മുടക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫോർ എ സ്പെസിഫിക് പർപ്പസ് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന് കാശ് മുടക്കാം. കാരണം സ്റ്റേറ്റിന്റെ ഡിസ്ക്രിഷണറി ഇൻട്രസ്റ്റ് ആണ് അവിടെ പരിഗണിക്കപ്പെടുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട മറ്റൊരു വിഷയത്തിന്മേൽ സെന്ററിന് കുറച്ച് കാശ് മുടക്കണമെന്ന് വിചാരിക്കുകയാണ്. ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിന്മേൽ കേരളത്തിന്റെ സ്റ്റേറ്റ് ലിസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒന്നാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യത്തിന്മേൽ ഇപ്പൊ പോലീസിന്റെ റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും
കേരള സംസ്ഥാനത്തിന് കുറച്ച് ഗ്രാന്റ് നൽകാമെന്ന് കേന്ദ്രം വിചാരിക്കുകയാണെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ഡിസ്ക്രിഷണറി ഇൻട്രസ്റ്റ് ആണ്. ആസ് പെർ ആർട്ടിക്കിൾ 282 അത് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി ആണ്. ഈ ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് കാണുന്ന പല സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെയും ഉത്ഭവം എന്ന് പറയുന്നത്. ഗ്രാൻഡ്സ് അണ്ടർ 282 ആർ നോട്ട് എ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ബട്ട് ദേ ആർ വോട്ടഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയെല്ലാം ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെ? അതായത് ഈ പറയുന്ന പ്രസിഡന്റിന് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കൊടുക്കുന്ന സാലറി എല്ലാം ദേ ആർ ചാർജ്ഡ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ദാറ്റ് മീൻസ് പാർലമെന്റിന്റെ ഒരു അധികാരവും വേണ്ട, ഒരു അംഗീകാരവും വേണ്ട. അത് ഈ പറയുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനൊക്കെ പൊക്കോളും, വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന 282 പ്രകാരം കേന്ദ്രത്തിന് ഒരു ഫണ്ട് ഗ്രാൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് വോട്ടഡ് എക്സ്പെൻഡിച്ചർ ആണ്. അതൊരു വോട്ടഡ് എക്സ്പെൻഡിച്ചർ, ഒരു പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ആനുവൽ ബഡ്ജറ്റിന്റെ സമയത്ത് അത് സെറ്റ് ആക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അതാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നേരത്തെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന ചാർജ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രസിഡന്റിന്റെയും സുപ്രീം കോടതി ജഡ്ജിമാരുടെയും ഒക്കെ സാലറിയാണ് ചാർജ്ഡ് എന്ന് പറയുന്നത്. എന്നാൽ വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും ഈ പറയുന്ന ഫണ്ട് പുറത്തോട്ട് പോകണമെങ്കിൽ, ചെലവഴിക്കണമെങ്കിൽ പാർലമെന്റിന്റെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം ബഡ്ജറ്റിന്റെ സമയത്ത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 282 പ്രകാരമുള്ള കാര്യങ്ങൾക്ക് വോട്ടഡ് എക്സ്പെൻഡിച്ചർ ആണ്, ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ അല്ല കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ. ആർട്ടിക്കിൾ 279A ആണ്. ആർട്ടിക്കിൾ 279 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, GST കൗൺസിൽ ഫോർമേഷൻ ആണ്. പ്രസിഡന്റ് ആണ് GST കൗൺസിൽ ഫോം ചെയ്യുന്നത്. കൗൺസിൽ എന്ന് പറയുന്നത് സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും ഒരു ജോയിന്റ് ഫോറം ആണ്. കാരണം 33 മെമ്പർ ഗവേണിംഗ് ബോഡിയാണ് കൗൺസിൽ. ഓഫ് വിച്ച് 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും ഫിനാൻസിന്റെ തന്നെ സഹമന്ത്രിയുമാണ്. ആൻഡ് 28 ഔട്ട് ഓഫ് 31 മെമ്പേഴ്സ് ആർ ഫ്രം ദ സ്റ്റേറ്റ്സ്. 28 സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നുണ്ട്. ബാക്കി 3 പേര് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് കൂടിയുള്ള യൂണിയൻ ടെറിട്ടറീസ്, ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീരിൽ നിന്നാണ്. 33 മെമ്പേഴ്സ് വരുന്ന ഒരു ബോഡിയാണ്. സോ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അതർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് ദി ഫിനാൻസും ഒക്കെയാണ് വരുന്നത്. ദ മെമ്പേഴ്സ് മീൻസ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പൊ സ്റ്റേറ്റിൽ നിന്ന് 28 സ്റ്റേറ്റിൽ നിന്ന് 28 പേര് 3 ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ധനകാര്യ മന്ത്രിമാരായിരിക്കും. ഓക്കെ, ദ മെമ്പേഴ്സ് സെലക്ട് വൺ ഓഫ് ദിയർ നമ്പർ ആസ് ദി വൈസ് ചെയർമാൻ ഓഫ് ദി കൗൺസിൽ. ഈ പറയുന്ന മെമ്പേഴ്സ് ആണ് കൗൺസിലിന്റെ വൈസ് ചെയർമാനെയും കണ്ടെത്തുന്നത്. പക്ഷെ ഇന്നേ വരെ ഈ പറയുന്ന GST കൗൺസിലിന് ഒരു വൈസ് ചെയർമാൻ ഉണ്ടായിട്ടില്ല. ഇനി കോറം ഓഫ് ദി GST കൗൺസിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഈ അബൌട്ട് ഹാഫ് ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ആണ്. എങ്കിൽ മാത്രമേ GST കൗൺസിൽ യോഗം കൂടാൻ സാധിക്കുകയുള്ളൂ. ഇനി GSTയുടെ ഡിസിഷൻ മേക്കിംഗ്, എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ 3/4 ആണ് ഇവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. ഓൾ ഡിസിഷൻസ് ഓഫ് ദി GST കൗൺസിൽ ഷാൽ ബി പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദി വെയ്റ്റഡ് വോട്ട് ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ്. അതായത് പ്രസന്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് എത്രയാണോ അവരുടെ 3/4 വെയിറ്റേജ് വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ GST കൗൺസിലിന് ഒരു തീരുമാനം പാസ്സാക്കാൻ സാധിക്കുള്ളൂ. സോ GST കൗൺസിൽ കൂടി, അതിന്റെ കോറം എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് ആണ്. സോ സ്വാഭാവികമായിട്ടും GST കൗൺസിൽ കൂടിയതിനു ശേഷം ഒരു കാര്യത്തിന്മേൽ തീരുമാനം എടുക്കണം, പാസ്സാക്കണമെങ്കിൽ അവിടെ ഹാജരായിരിക്കുന്ന മെമ്പേഴ്സിന്റെ വോട്ടിംഗ് വെയിറ്റേജിന്റെ 3/4 സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ PSC ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന വോട്ടിംഗ് വെയിറ്റേജ് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ വെയിറ്റിന്റെ 1/3 വെയിറ്റേജ് സെൻട്രൽ ഗവൺമെന്റിനാണ് നൽകുന്നത്. ടോട്ടൽ വെയിറ്റേജിന്റെ 1/2 വെയിറ്റേജ് സ്റ്റേറ്റിനാണ് നൽകിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 1/3 വെയിറ്റേജ് സെന്ററിന് നൽകിയിട്ട് 2/3 വെയിറ്റേജ് സ്റ്റേറ്റുകൾക്ക് നൽകിയിരിക്കുകയാണ്. പക്ഷേ
എന്ത് തീരുമാനവും ഒരൊറ്റ നിമിഷം കൊണ്ട് അട്ടിമറിക്കുവാൻ കഴിയാവുന്ന വീട്ടോ പവർ ആർക്കേ നൽകിയിട്ടുള്ളൂ? സെന്ററിനെ നൽകിയിട്ടുള്ളൂ. ഓക്കെ, സോ അതും കൂടി നോക്കിക്കോളൂ. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് GSTയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, GST സ്ലാബുകൾ പരിഷ്കരിക്കണമോ, എന്തെങ്കിലും സാധനത്തിൽ GST മാറ്റങ്ങൾ വരുത്തണമോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എക്സംഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെയാണ് അവർക്ക് തീരുമാനിക്കുവാൻ സാധിക്കുക. ആർട്ടിക്കിൾ 280 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ആക്ച്വലി ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 280, ആസ് യു ഓൾ നോ ദാറ്റ് ഫിനാൻസ് കമ്മീഷൻ, ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അർദ്ധ ജുഡീഷ്യറി ബോഡിയാണ്, അല്ലെ? It is constituted by president every 5th year or even earlier. സോ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റും സെന്ററും തമ്മിൽ ഏത് രീതിയിൽ ടാക്സുകൾ ഷെയർ ചെയ്യപ്പെടണമെന്നും, അല്ലെ, അതുപോലെ തന്നെ സ്റ്റേറ്റിന് നൽകേണ്ട ഗ്രാന്റുകൾ എത്രത്തോളം ആയിരിക്കണമെന്നും, അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവയെ ശാക്തീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും തുടങ്ങി പ്രസിഡന്റ് എന്തൊക്കെ റെഫർ ചെയ്യുന്നു ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ശുപാർശ നൽകുക എന്നുള്ളതാണ് ഫിനാൻസ് കമ്മീഷന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആ ശുപാർശ എന്ന് പറയുന്നത് കേന്ദ്രത്തിന് എന്ത് ചെയ്യാം? അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് KC നിയോഗിയാണ്. ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1951 ആണ്. പക്ഷെ അതിന്റെ ഒരു സമയം ഒരു പരിധി 1952-57 വരെ ആയിരുന്നു. 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരി ആണ്. 2023 എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷെ ഇവരുടെ റെക്കമെൻഡേഷൻ പ്രാവർത്തികമാവുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2026-2031 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എഫക്ട് ഓഫ് എമർജൻസീസ്, ഫിനാൻഷ്യൽ റിലേഷന്റെ കാര്യം എങ്ങനെയായിരിക്കും? ഒരു നാഷണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ആർട്ടിക്കിൾ 352 പ്രകാരമാണ് നാഷണൽ എമർജൻസി കൊണ്ടുവരുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 354 പ്രകാരം പ്രസിഡന്റ് can temporarily alter the distribution of financial resources between the central government and the states, potentially reducing or suspending financial transfers. This power is a fiscal safeguard to ensure the country's stability and agility during extraordinary situation. The modification lasts only until the end of the financial year following the end of the emergency and must be presented to both houses of the parliament. അതായത് നാഷണൽ എമർജൻസി വരുമ്പോൾ ഈ പറയുന്ന 29% ടാക്സ് പിരിച്ചെടുത്തുകൊണ്ട് വരുന്ന ടാക്സിന്റെ ആകെ 29% സ്റ്റേറ്റുകൾക്ക് നൽകപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സ്റ്റേറ്റുകൾക്ക് നൽകിപ്പരുന്ന കാര്യങ്ങൾ, ഗ്രാന്റുകൾ, മറ്റു കാര്യങ്ങളെല്ലാം നാഷണൽ എമർജൻസി ഉണ്ടാവുന്ന അവസരത്തിൽ അത് സസ്പെൻഡ് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ആസ് പെർ ആർട്ടിക്കിൾ 354 പ്രസിഡന്റിന് ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഒരു ഈ പറയുന്ന സംഗതി, ഈ പറയുന്ന മോഡിഫിക്കേഷൻ ലാസ്റ്റ് only until the end of the financial year following the end of the emergency. Okay, ആ എമർജൻസി എൻഡ് ആവുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇയർ സംഭവിക്കും. അതുവരേക്കും ഈ പറയുന്ന മോഡിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആയിരിക്കും. മാത്രമല്ല ഈ പറയുന്ന മോഡിഫിക്കേഷൻസ് ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇരു സഭകളുടെയും അംഗീകാരവും ഇത് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന സ്റ്റേറ്റ് എമർജൻസിയാണ്. ആർട്ടിക്കിൾ 356 പ്രകാരം അഥവാ പ്രസിഡന്റ് റൂൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം തന്നെയാണ്. കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണ് ശരിക്കും പ്രസിഡന്റ് എന്ന് പറയുന്നത്, നോമിനൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. യഥാർത്ഥത്തിലെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും സ്റ്റീലിൽ പ്രസിഡന്റ് ആണ് എല്ലാ കാര്യങ്ങളിലും വരുന്നത്. സോ ഒരു സ്റ്റേറ്റ് എമർജൻസി വരുമ്പോൾ സ്റ്റേറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത് ദ പ്രസിഡന്റ് തന്നെയായിരിക്കും, അല്ലെ? The president acting on behalf of the parliament can authorize expenditures and the state ability to borrow funds and manage its own finances is significantly curtailed or entirely suspended under the direct supervision. ഏതെങ്കിലും രീതിയിൽ കടമെടുക്കുവാനോ, ഇപ്പൊ സംസ്ഥാനത്തിന്റെ നോക്കൂ, സംസ്ഥാനം കടമെടുക്കാനും മറ്റുമൊക്കെ പോകുന്നുണ്ട്, അതെല്ലാം കംപ്ലീറ്റ്ലി കർട്ടൈൽ ചെയ്യാനും പിടിക്കുവാനുള്ള അധികാരം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കുണ്ട്. ഹീസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ അധികാരമുള്ളത് കേന്ദ്രത്തിനാണ്. സോ കേന്ദ്രത്തിന്റെ ഒരു ഇതിൽ തന്നെയായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുക. സോ ഫിനാൻഷ്യൽ എമർജൻസിയുടെ കാര്യം വരുമ്പോഴേക്കും ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ എമർജൻസി ഇൻ ഇന്ത്യ ഇവിടെയും സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് കൺട്രോൾ ഗെയിൻ ചെയ്യുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ദ പവർ ടു ഡയറക്ട് സ്റ്റേറ്റ്സ് ടു അഡോപ്റ്റ് ഫിനാൻഷ്യലി പ്രൂഡന്റ് മെഷേഴ്സ്. ജാഗ്രതയോട് കൂടിയുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം.
ഓക്കെ, റെക്കമെൻഡേഷൻ അല്ല, കൽപ്പനയാണ് അവിടെ വരുന്നത്. റെഡ്യൂസ് ദ സാലറീസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ്, റിക്വയർ ദാറ്റ് ഓൾ സ്റ്റേറ്റ് മണി ബിൽസ് and other financial bill be sent to the president for approval, thereby safeguarding national financial stability. അതായത് ഈ ഫിനാൻഷ്യൽ എമർജൻസി ആസ് പെർ ആർട്ടിക്കിൾ 360 വരികയാണെങ്കിൽ സെൻട്രൽ നേരിട്ട് കൺട്രോൾ ഏറ്റെടുക്കും. എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം കുറയ്ക്കുവാനോ അല്ലെങ്കിൽ വളരെ ജാഗ്രതയോട് കൂടിയുള്ള ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മെഷർ എടുക്കുവാനോ, അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് മണി ബില്ലോ മറ്റ് ഫിനാൻഷ്യൽ ബില്ലോ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ തുടങ്ങിയുള്ള നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ നൽകുവാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിന് അവിടെ കിട്ടുകയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 2. ഇനി അടുത്ത നമ്മൾ 18th അമെൻഡ്മെന്റ് ആക്ട് 2000 കുറിച്ചാണ്. അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, ഓൾറെഡി ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി മുന്നോട്ട് പോവുക. 18th അമെൻഡ്മെന്റ് ആക്ട് 2000 എന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇത് റെട്രോസ്പെക്റ്റീവ്ലി നിലവിൽ വന്നത് April 1, 1996. ഓക്കെ, സോ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. പറയേണ്ട കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി സർക്കാർ കമ്മീഷന്റെ ഒക്കെ ചില റെക്കമെൻഡേഷൻസ് ഉണ്ട്, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. താങ്ക് യു.